പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫകദബൂഹു ഫഅൻജയ്നാഹു വമൻ മഅഹു. എന്നിട്ട് അവർ അദ്ദേഹത്തെ നിഷേധിച്ചു കളഞ്ഞു. ആരെ? നൂഹ് നബിയെ. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തുകയും അവരെ നാം ഭൂമിയിൽ പിൻഗാമികളാക്കുകയും ചെയ്തു. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിയവരെ നാം മുക്കിക്കളഞ്ഞു. അപ്പോൾ നോക്കൂ, താക്കീത് നൽകപ്പെട്ട ആ വിഭാഗത്തിൻ്റെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലായി. അപ്പം നൂഹ് നബിയിൽ വിശ്വസിച്ച ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി. നൂഹ് നബി 950 വർഷം പ്രബോധനം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കേൾക്കാതെ നിഷേധിച്ച് കളയുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തവരെ അള്ളാഹു മുക്കി ഒടുക്കി. സ്വന്തം മകനെയും ഭാര്യയെയും ഒക്കെ അള്ളാഹു മുക്കി ഒടുക്കി. മകൻ പറഞ്ഞു, ഞാൻ ഈ തോണിയിൽ, നിങ്ങളുടെ ഈ കപ്പലിൽ ഞാൻ കയറില്ല, എന്നെ രക്ഷിക്കാൻ ഈ മലയുണ്ട് എന്ന് പറഞ്ഞപ്പം നൂഹ് നബിക്ക് ഇദ്ദേഹത്തെ മകനോട് ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു, നൂഹ് നബി പറഞ്ഞു, മകനെ, ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒരു മലക്ക് പോലും ഇതിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവൻ കേട്ടില്ല. അവനേതോ കുന്നിന് മുകളിലേക്ക് പോവുകയും ആ കുന്നിന് മുകളിൽ പൂർണ്ണമായും വെള്ളം വീഴുകയും ചെയ്തു. അങ്ങനെ അവൻ മുങ്ങിച്ചത്തു. പിന്നെ അദ്ദേഹത്തിന് 3 മക്കൾ, ഹാമ്, സാമ്, യാഫസ്. പിന്നെ അദ്ദേഹത്തെ സഹോദരി. 4 മക്കളാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അവർ രക്ഷപ്പെട്ടു. പിന്നെ കുറച്ച് ആൾക്കാരും, വിരലിൽ നിന്നാവുന്ന ആൾക്കാർ, മൊത്തം 19 പേരാണെന്നും 80 പേരാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അവർ രക്ഷപ്പെട്ടു. ഏകദേശം ഒരു മാസത്തോളമൊക്കെ നല്ല ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ജൂദിയം പർവ്വതത്തിൽ കപ്പൽ എന്ത് ചെയ്തു, തങ്ങുകയും അങ്ങനെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. ആദ്യം ഒരു കാക്കയെ പറഞ്ഞു വെച്ചു വെള്ളം താഴ്ന്നു എന്നറിയാൻ വേണ്ടി. പക്ഷെ കാക്ക എന്ത് ചെയ്തു, ഒരുപാട് മൃതശരീരങ്ങളുണ്ട്, അത് തിന്ന് അവിടെ കൂടി തിരിച്ചു വന്നില്ല. അങ്ങനെ പ്രാവിനെ പറഞ്ഞു വെച്ചു. പ്രാവ് എന്ത് ചെയ്തു, ഒരു ഒലിവിലയായിട്ട് വന്നു, നെൽക്കതിരെ ഒലിവിലയായിട്ട് വന്നു. അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെതായിട്ട് പ്രാവിനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ നെൽക്കതിര് കണ്ടപ്പോൾ ഭൂമിയിൽ വെള്ളം വറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും അവർ കപ്പലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. കപ്പൽ പൂർണ്ണമായിട്ട് മൂടിയ കപ്പലായിരുന്നു. വെച്ചാൽ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകൾ ഭാഗം മൂടിയൊരു കപ്പലായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ഇതിന് 3 ആൺമക്കൾ, സാമ്, ഹാമ്, യാഫസ്. ഹാമ് പോയത് പ്രബോധന കർമ്മങ്ങൾക്കായിട്ട് പോയത് ആഫ്രിക്കൻ തീരങ്ങളിലേക്കാണ്. അവിടെ അദ്ദേഹം പ്രബോധനം നടത്തുകയും അങ്ങനെ അവരാണ് ഹാമികൾ എന്ന് പറയപ്പെടുന്ന ആഫ്രിക്കക്കാർ. സാമ് വന്നത് ഏഷ്യൻ ഭാഗത്ത്, ഏഷ്യ, നമ്മുടെ ഇന്ത്യ ഒക്കെ ഭാഗത്ത് ഇരുനിറമുള്ള ആൾക്കാർ. ഹാമ് കറുത്ത വർഗ്ഗക്കാർ. ചിലപ്പോൾ ഹാമും ചിലപ്പം കറുത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ, ദക്ഷിണാഫ്രിക്കയിലെ കാലാവസ്ഥ മൂലം അങ്ങനെ ആയിരിക്കാം. എന്തായാലും കറുത്തവരാണ്. പിന്നെ ഈ യാഫസ് എന്ന് പോയത് ഇവിടേക്കാണ്, യൂറോപ്പ് ഭാഗത്തേക്കാണ് യാഫസ് പോയത്. യജൂജ് മജൂജുകൾ അവരിൽ നിന്ന് ഉത്ഭവിക്കുന്നവരാണ്. യൂറോപ്യന്മാർ, വെളുത്തവർ. അങ്ങനെ 3 വിഭാഗം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളായ ദൗഫത്ത് ബീവി, നൂഹ് നബിയുടെ മകളായ ദൗഫത്ത് ബീവിയും ഭർത്താവിനെയും ഇന്ത്യയിലേക്ക് പ്രബോധനത്തിന് അയച്ചത്. പിന്നെ മക്കളാണ് അയച്ചതെന്ന് തോന്നുന്നു. നൂഹ് നബി വേഗം മരണപ്പെട്ടുപോയി. കപ്പലിൽ രക്ഷപ്പെട്ട ശേഷം കുറച്ചു കാലം ജീവിച്ചിരുന്നിട്ടുള്ളൂ, 10 വർഷത്തെ ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം മരണപ്പെട്ടുപോയി. പിന്നെ അദ്ദേഹം മക്കളാണ് പ്രബോധനം നടത്തിയത് എന്ന് പറയപ്പെടും. അദ്ദേഹത്തിനോടൊപ്പം രക്ഷപ്പെടുത്തി. ഇതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ. അള്ളാഹുവിൻ്റെ താക്കീത് നൽകിയിട്ടും അത് വിശ്വസിക്കാത്തതിനുള്ള ശിക്ഷ ഇങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിന് ശേഷം പല ദൂതന്മാരെയും അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചു. അങ്ങനെ അവരുടെ അടുത്ത് തെളിവുകളും കൊണ്ട് അവർ ചെന്നു. എന്നാൽ മുമ്പ് ഏതൊന്ന് അവർ നിഷേധിച്ച് തള്ളിയോ അതിൽ അവർ വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിക്രമകാരികളുടെ ഹൃദയങ്ങളിൽ മേൽ അപ്രകാരം നാം മുൻവെക്കുന്നു. നൂഹ് നബിക്ക് ശേഷം മറ്റ് പല പ്രവാചകന്മാരും വന്നു. പ്രവാചകന്മാരുടെ ചങ്ങല, സിൽസില നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. പ്രവാചക പരമ്പര എന്ന് അടിച്ചു കഴിഞ്ഞാൽ
നമുക്ക് കിട്ടും. ആദ്യം വന്നത് ആദം നബിയിലെ, പിന്നെ ഷീസ് നബിക്ക് ശേഷം വന്നാണ് നൂഹ് നബിക്ക് ശേഷം ജനതകളൊക്കെ ഉണ്ടായി. ഇനി അതിന് ശേഷം വന്നത് മുസാ നബിയോ തോന്നുന്നു, മുസാ നബിയോ ഇനി അതല്ലെങ്കിൽ ഇബ്രാഹിം നബിയാണോ അറിയില്ല. ഏതായാലും നമ്മൾ ആ പരമ്പര നോക്കാം. പിന്നെ ഇവിടെ പറഞ്ഞത് മൂസാ നബിയുടെ കഥയാണ് അതിന് ശേഷം പറഞ്ഞത്. നൂഹ് നബിക്ക് കഥയ്ക്ക് ശേഷം മൂസാ നബിയുടെ കഥയാണ് പറയുന്നത്. പല ദൂതന്മാരെയും അവർ ജനതയിലേക്ക് നാം നിയോഗിച്ചു. അങ്ങനെ അവർ അടുത്ത തെളിവുകളും കൊണ്ട് അവർ ചെന്നു. എന്നാൽ മുമ്പ് ഏതൊന്നാണ് അവർ നിഷേധിച്ചു കൊണ്ടിരുന്നത് അവർ വിശ്വസിക്കുവാൻ തയ്യാറുണ്ടായിരുന്നില്ല. അതിക്രമകാരികളുടെ ഹൃദയങ്ങളിൽ നിന്ന് അപ്രകാരം നാം മുൻതൂക്കുന്നു. അപ്പം അതിക്രമകാരികൾക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഹിദായത്ത് കിട്ടില്ല, നേർവഴിയിലേക്ക് നയിച്ചാൽ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാനൊക്കെ പരന്നഭൂമിയെ പറ്റി തത്തക്ക് പറയുമ്പോൾ പറഞ്ഞു കൊടുത്താലും ചില നിഷേധികളെ വിശ്വസിക്കില്ല. അധികവും നിരീശ്വരവാദികളാണ്. അവർക്ക് ആകപ്പാടുള്ള ഒരു അർത്ഥാണ് ശാസ്ത്രമാണല്ലോ. അപ്പം അതുകൊണ്ട് അവരൊരിക്കലും ശാസ്ത്രത്തെ തള്ളിപ്പറയില്ല. എനിക്കൊരു KCB ഗ്രൂപ്പുണ്ട്, അവരുണ്ടാക്കിയ ഗ്രൂപ്പാണ് പരാതി പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പരാതികൾ നമ്മളെന്തെങ്കിലും KCBയുടെ പരാതികൾ പറഞ്ഞാൽ ഉൾക്കൊള്ളില്ല. ഇപ്പോൾ പവർക്കട്ട് ഉണ്ടല്ലോ, മഴക്കാലത്തും പവർക്കട്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും അവർ കേട്ട പോകുന്ന ഇടിക്കില്ല. കാരണം അവർ ശമ്പളം വാങ്ങുന്നവരാണ്, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നവരാണ്. സർക്കാരിൻ്റെ കുറ്റം അവർ പറയില്ല. ഇപ്പം പവർക്കട്ട് വരാൻ പ്രധാന കാരണം നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ആണല്ലോ. ഇലക്ട്രിക് വാഹനങ്ങൾ നിരോധിച്ചു കഴിഞ്ഞാൽ പവർക്കട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അത് ഇലക്ട്രിക് വാഹനങ്ങളെ രജിസ്ട്രേഷൻ നിർത്തിവെക്കാൻ സർക്കാർ ചെയ്യില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞാൽ ഒരു ഉൾക്കൊള്ളുകയോ ചെയ്യില്ല. അത് കേട്ട ഭാവം പോലും നടിക്കില്ല. പോരാത്തതിന് അങ്ങനെയുള്ള കമാൻഡുകളൊക്കെ അവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം സത്യം ഉൾക്കൊള്ളില്ല. കാരണം സർക്കാരിന് ശമ്പളം വാങ്ങുമ്പോൾ അവർക്ക് സർക്കാരിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഈ സത്യം പറഞ്ഞപ്പോൾ ഈ സത്യനിഷേധികൾ ഒരിക്കലും ഉൾക്കൊണ്ടില്ല. കാരണം അവർക്ക് ഭൗതിക ജീവിതത്തെ വല്ല ഇഷ്ടപ്പെട്ടു പോയി. അവർക്ക് പരലോകം എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ ജീവിതം മാത്രമേ ഉള്ളൂ, ഇവിടെ തിമിർത്ത് മരിക്കുക, ഇവിടെ വല്ല തിമിർക്കുക. അതുകൊണ്ടാണല്ലോ നൂഹ് നബി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ നിഷേധിച്ചു കളഞ്ഞത്. അവർ പൊതിരെ തല്ലുമായിരുന്നു. നൂഹ് നബിയെ വളരെ പൊതിരെ തല്ലി അദ്ദേഹത്തിന് ബോധം കെടുമായിരുന്നു. എന്നിട്ട് പോലും പിന്നെ അദ്ദേഹം ബോധം കെട്ട് വീണ് പിന്നെ അത് മറയുമ്പോൾ ബോധം കെട്ടി കിടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മുഖത്ത് വെള്ളം കൊടുക്കും. അങ്ങനെ നീച്ച് ബോധം ഉണർന്നാൽ ഉടനെ അദ്ദേഹം പറയും, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കണം കേട്ടോ, അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് വീണ്ടും പ്രബോധനം നടത്തുകയും വീണ്ടും അവരെന്ത് ചെയ്യും, പൊതിരെ തല്ലുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചത്. അദ്ദേഹം മാത്രമേ മറ്റു പല പ്രവാചകന്മാരും ഇങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവരുടെ ദീനിനെ വളർത്തിയിട്ടുള്ളത്. അങ്ങനെ വളർത്തി അള്ളാഹു നമുക്ക് നൽകിയ ദീനാണ് ഇസ്ലാം ദീൻ. അങ്ങനെ ആ പരിശുദ്ധ ദീനിൽ നമ്മൾ ജനിക്കാൻ ഭാഗ്യം നൽകിയ അള്ളാഹു നമ്മൾ സ്തുതിക്കുക. ആ ദീനിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ട് എല്ലാവരും ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.